അങ്ങനെ രാജീവൻ സുഭാഷിനോട് പറയുന്നുണ്ട്, ഞാൻ നിധിയുടെ അച്ഛനാണ്, എൻ്റെ പേര് രാജീവനാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിധീനൊന്ന് കാണണം. അയ്യോ സാറേ അതിനെന്താ, എൻ്റെ പിന്നിൽ പോന്നോളൂ, ഞാൻ കൊണ്ടുപോകാൻ നിധിയുടെ അടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ സൈക്കിളിൽ ഓടിക്കുന്നുണ്ട്. നിധിയുടെ അച്ഛനാണെങ്കിൽ പിന്നിൽ കാറിൽ വരുന്നുണ്ട്. എന്തായാലും നിധിയെ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ സുഭാഷ്. എന്തായാലും സാറിന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് എൻ്റെ ബാക്കിൽ ഇരുന്നോളൂ, നിധിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാജീവൻ സുഭാഷിൻ്റെ ബാക്കിൽ ഒളിപ്പിക്കുന്നുണ്ട്. എന്തായാലും നിധി വരുമ്പോൾ അച്ഛനെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് അച്ഛനെ കണ്ട സന്തോഷത്തിൽ. എന്തായാലും അച്ഛനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ രാജീവൻ നിധിയോട് പറയുന്നുണ്ട്, മോളെ നീ പോയ മുതൽ എനിക്ക് യാതൊരു സമാധാനവും ഉണ്ടായിട്ടില്ല. നീ പോയ കുറ്റബോധത്തിൽ എൻ്റെ മനസ്സാകെ വേട്ടയാടായിരുന്നു. എനിക്ക് ഒട്ടും സമാധാനമില്ല, നിന്നെ കണ്ടപ്പോഴാണ് സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് നുണ പറയുന്നുണ്ട്. എന്തായാലും ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ സുഭാഷ് ഏട്ടൻ വേഗം ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് രാജീവന് കൊടുക്കുന്നുണ്ട്. രാജീവൻ അതൊക്കെ കുടിക്കുന്നുണ്ട്. എന്നിട്ട് രാജീവൻ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ ഞാൻ ഹോട്ടലിലേക്ക് പോയി താമസിക്കാൻ പോവാ മോളെ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, അയ്യോ ഇവിടെ സാറേ ഇവിടെ ഒട്ടും സൗകര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് നിൽക്കാൻ പറയാത്തതെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ രാജീവൻ പറയുന്നത്, അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ ഞാൻ അന്ന് രാത്രി എന്തായാലും ഇവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ ഉള്ള സൗകര്യത്തിൽ കിടന്നോളാം. നിധിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടൻ വേഗം കട്ടിലൊക്കെ ഇട്ടിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട്, ഫാനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടനോട് പാവം തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ നിധി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഡ്രസ്സ് മാറ്റിക്കോളൂ, ചേഞ്ച് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ രാജീവൻ പറയുന്നുണ്ട് നിധിയോട്, നീ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയായിട്ട് ഇവിടെ എങ്ങനെ മോളെ, നീ എങ്ങനെ കഴിഞ്ഞിരുന്നത്, ഇവിടെ എങ്ങനെ നീ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നൊക്കെ നമ്മുടെ നിധിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പറഞ്ഞു, എനിക്കിവിടെ യാതൊരു കുഴപ്പമില്ല അച്ഛാ, എനിക്ക് എല്ലാ വിധത്തിലും ഇവിടെ സുഖമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.